ദീപക്, നമസ്കാരം ദീപക്. രാവിലെ അവിടെ എത്തി ദീപക്. സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ തയ്യാറായി വരികയാണ്. ദീപക് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ച എന്താണ്? അവിടെ ഈ ശ്രീജിത്ത് വിശദീകരിച്ചതുപോലെ മണ്ണിനടിയിൽ നിന്ന് മനുഷ്യരെ എടുക്കുക, യഥാർത്ഥത്തിൽ മണ്ണല്ല അവിടെയുള്ളത് മരക്കൂമ്പാരമാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ദീപക് നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചകൾ എന്താണ്? ഇന്നിപ്പോൾ എത്ര മണി മുതൽ അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും? JCB മറ്റ് സംവിധാനങ്ങളുമൊക്കെ എത്തിച്ചോ? അരുൺ പറഞ്ഞതുപോലെ അതീവ ദുഷ്കരമാണ് ഈ മേഖലയിലെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. ഞാൻ നിൽക്കുന്നത് വെള്ളരിമല വില്ലേജ് ഓഫീസിന് തൊട്ടടുത്താണ്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, ഈ വെള്ളരിമല വില്ലേജ് ഓഫീസ് പൂർണ്ണമായും ചെളി കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ കുത്തി നോക്കിയാൽ എത്രത്തോളം താഴ്ചയിലേക്ക് ഈ കമ്പ് പോകും എന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. അത്രയേറെ താഴ്ചയിൽ മണ്ണ് വന്ന് മൂടിക്കിടക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഓഫീസിൻ്റെ ഏതാണ്ട് ഈ ഒരു ഭാഗം, അതായത് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു മേഖല നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഈ ബോർഡ് കണ്ടാൽ അറിയാം, ഈ ബോർഡിൻ്റെ ഈ ഒരു ഉയരത്തിലാണ് വെള്ളവും ചെളിയുമൊക്കെ കയറി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മറ്റൊരു കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഈ പ്രളയത്തിൻ്റെ കാലത്ത് എത്രത്തോളമാണ് ഇവിടെ മണ്ണ് കൂടിയിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച ഒരു കാഴ്ച കൂടി ഒരു ഘട്ടത്തിൽ ഞാൻ കരുതുകയാണ്. അതായത് ഇവിടെ 2019 പ്രളയ സമയത്ത് വന്നിരിക്കുക ചെരുപ്പിടാതെ അവിടെ നടക്കരുത്, വോട്ടിടാൻ ശ്രമിക്കണം. ഇല്ല കുഴപ്പമില്ല. യെസ് ഇല്ല ഷുവർ. 2019 വന്നിരിക്കുന്ന പ്രളയജലത്തിൻ്റെ തോതാണ് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. 2019 വന്നിരിക്കുന്ന പ്രളയജലത്തിൻ്റെ തോതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനും മുകൾ ഭാഗത്തേക്കാണ് ഇത്തവണ കൃത്യമായി ജലവും അതുപോലെ തന്നെ ചെളിയുമൊക്കെ ഒഴുകിയെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ അരുൺ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു ദൃശ്യം മാത്രം മതി. ഇവിടെ യന്ത്രങ്ങളൊക്കെ തന്നെ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ പോകാൻ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് അല്പസമയം കഴിയുന്നതോടുകൂടി ആ ഒരു പ്രവർത്തനത്തിലേക്ക് പൂർണ്ണമായും കടക്കുകയും ചെയ്യും. അതിൻ്റെ നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ജനലിൻ്റെ മുകളിലുള്ള സൺഷെയ്ഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളമാണ് ആ മണ്ണ് വന്ന് മൂടിയിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു കിണർ നോക്കാം. ഈ കിണറിൻ്റെ മുകൾ ഭാഗത്ത് അവർ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നെറ്റിൻ്റെ മുകളിലൊക്കെ വന്നടിഞ്ഞിരിക്കുന്ന മണ്ണിൻ്റെ തോതെന്ന് പറയുന്നത് അത്രത്തോളമാണ്. ഇനി ഈ ഒരു മേഖലയിലെ അല്പം ചില വീടുകൾ, ആ വീടുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള മനുഷ്യരും ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് പോയി നോക്കാം ഈ ഒരു ഘട്ടത്തിലെന്ന് ഞാൻ കരുതുന്നു. അതായത് ഈ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ കൃത്യമായി നമുക്ക് ഒരു ധാരണ കിട്ടും. ഈ ഒരു വീടിൻ്റെ മുൻവശത്ത് വാഹനം ഉൾപ്പെടെ വലിയ രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു വാഹനമടക്കം മണ്ണൊലിച്ച് വന്ന ഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രളയജലം അല്ലെങ്കിൽ ഉരുൾപൊട്ടി വന്ന ഘട്ടത്തിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയതാണ്. ഇങ്ങനെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ മാത്രമാണ് വെള്ളരിമലയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുക. ഒരു പക്ഷേ വൈകുന്നേരം ഏറെ വൈകി മാത്രം താഴിടുന്ന ഒരു കട പൂർണ്ണമായും അങ്ങനെ തന്നെ പൂട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ മറുവശത്തേക്ക് നോക്കിയാൽ ഈ വഴിയൊന്നും ഒരു പുഴയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. പുഴ പോലെ ഒഴുകിയിരുന്ന ഒരു പ്രദേശം പോലുമായിരുന്നില്ല. അതിലെ ആ മേഖലയാണ് ഈ തരത്തിൽ, ഈ കാണുന്ന തരത്തിലേക്ക് പൂർണ്ണമായും മാറിയിരിക്കുന്നത്. വലിയ കല്ലും മണ്ണുകളുമൊക്കെ അടിഞ്ഞ് ഇവിടേക്കൊക്കെ ഒരു പക്ഷേ നടക്കാൻ പോലും വലിയ പ്രയാസമുണ്ടാകുന്ന തരത്തിൽ മണ്ണൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം എന്ന് പറയുന്നത് ശ്രമകരമാണ്. പക്ഷേ ആ മണ്ണിൽ പുതഞ്ഞുപോയ നമ്മുടെ ഒറ്റവരെ തിരിച്ചെത്തിക്കേണ്ടതുണ്ട്, അവരെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇന്ന് പൂർണ്ണമായും നടക്കുന്നത്. രാവിലെ തന്നെ ആർമി സംഘം ഉൾപ്പെടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ അടുത്ത വിഷ്വൽസിലേക്ക് പോവുകയാണെങ്കിൽ വിനു എൻ്റെ ഒപ്പം ഉണ്ട്. വിനു ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചിരും. അതായത് ഒന്ന് നോക്കിയാൽ അറിയാം എത്രത്തോളമാണ് ഈ മേഖലയിലേക്ക് വെള്ളവും കല്ലും മണ്ണുമെല്ലാം അടിച്ചുലച്ചെത്തിയിരിക്കുന്നത് എന്നുള്ളത്. ആ വീടിൻ്റെ തൊട്ടരികിലൂടെയാണ് അത് ഒലിച്ചു പോയിരിക്കുന്നത്. പക്ഷേ ആ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറുവശത്ത് നിന്ന് വില്ലേജ് ഓഫീസ് റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂരൽമല ഭാഗത്ത് നിന്ന് കടന്നു വരുന്ന ആ റോഡാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ റോഡ് കടന്ന് ചെറിയൊരു കൽവെട്ട് മാത്രമാണ് ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. അത് പക്ഷേ ഇന്ന് പുഴ പോലെ ഒഴുകുകയാണ്, വലിയ പരപ്പിൽ ഒഴുകുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും മഴ ചെറിയ രീതിയിലെങ്കിലും ഈ മേഖലയിൽ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുണ്ടാക്കുന്ന ആ ബുദ്ധിമുട്ട് ചെറുതല്ല. ഇപ്പോൾ ഒരു വാഹനം കടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധിയായ സന്നദ്ധ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പകർത്തുക, രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങളും